ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to pi by 2 log 4 plus 3 sin x by 4 plus 3 cos x. നേരിട്ട് ഇൻ്റഗ്രേറ്റ് അറിയാത്തത് കൊണ്ട് നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പോവാണ്. ഐന്ന് ഡിനോട്ട് ചെയ്തു. 0 to pi by 2 log 4 plus 3 sin x divided by 4 plus 3 cos x dx. ഏത് പ്രോപ്പർട്ടിയാണ്? ഇൻ്റഗ്രൽ 0 to a ആണ്. ഇൻ്റഗ്രൽ 0 to a വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? റീപ്ലേസിങ് എക്സ് ബൈ എ മൈനസ് എക്സ്. എക്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. എക്സിന് പകരം പൈ ബൈ 2 മൈനസ് എക്സ് എഴുതണം. എ പൈ ബൈ 2 ആണല്ലോ. അപ്പോൾ എക്സ് മാറ്റിയിട്ട് പകരം പൈ ബൈ 2 മൈനസ് എക്സ് എഴുതണം. 0 to pi by 2 log 4 plus 3 into sin pi by 2 minus x. Sin pi by 2 minus x divided by 4 plus 3 into cos x is replaced by pi by 2 minus x dx. ഇങ്ങനെ കിട്ടും. It is equal to 0 to pi by 2 log 4 plus 3 into sin pi by 2 minus x cos x ആണ്. താഴെ 4 plus 3 into cos pi by 2 minus x sin x ആണ്. dx. ആൻസർ കിട്ടിയോ? ഇല്ല. നേരെ 2iലോട്ട് പൊക്കോ. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാറല്ല. തന്നിരിക്കുന്നത് i ആണ്, കിട്ടിയിരിക്കുന്നതും i തന്നെയാണ്. രണ്ടും ആഡ് ചെയ്താൽ 2i കിട്ടും. ഇൻ്റഗ്രൽ 0 to pi by 2 ഈ ടേമും തമ്മിൽ ആഡ് ചെയ്യണം. 2i അല്ലേ കാണുന്നത്, i പ്ലസ് i അല്ലേ. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത എക്സ്പ്രഷൻസുകൾ ആഡ് ചെയ്യണം. ആദ്യത്തത് ലോഗ് 4 plus 3 sin x ഡിവൈഡഡ് ബൈ 4 plus 3 cos x പ്ലസ് അടുത്തത് ലോഗ് 4 plus 3 cos x ഡിവൈഡ് ബൈ 4 plus 3 sin x ആഡ് ചെയ്യണം. 2i. സോ ഇത് നമുക്ക് 0 to pi by 2. ഇത് പെട്ടെന്ന് സിംപ്ലിഫൈ ആവും. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇത് ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോമിലല്ലേ എന്ന് നോക്കിയേ, വായിച്ചു നോക്ക്. ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ഇൻറ്റു ബി ആണ്. പഠിച്ചിട്ടില്ലേ? ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ഇൻറ്റു ബി ആണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇൻറ്റു ഇത് അല്ലേ. 4 plus 3 sin x divided by 4 plus 3 cos x into 4 plus 3 cos x divided by 4 plus 3 sin x. ഇങ്ങനെ വരും. അപ്പോൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഇത് വായിച്ചു നോക്ക്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ഇൻറ്റു ബി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇനി വേഗം കിട്ടും ആൻസർ. ഇത് 0 to pi by 2 ഇവിടെ 4 plus 3 sin x, താഴെയും 4 plus 3 sin x വെട്ടിപ്പോയി. അതുപോലെ 4 plus 3 cos x 4 plus 3 cos x ക്യാൻസൽ ആവും. ലോഗ് 1 വരും. ലോഗ് 1 dx. ലോഗ് 1 0 ആണ്. അത് മറന്നു പോവല്ലേ കേട്ടോ, മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അറിയില്ലെങ്കിൽ ഇപ്പം തന്നെ എവിടെയെങ്കിലും എഴുതി വെച്ചോ, ബൈ ഹാർട്ടാക്കി വെച്ചോ. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അത് മറന്നുകൊണ്ടാ, ബൈ ഹാർട്ടാക്കേണ്ട ഒരു ബേസിക് കാര്യമാണ്. 1ൻ്റെ ലോഗരിതം 0 അപ്പോൾ അതുകൊണ്ട് ഇത് 0 to pi by 2 ലോഗ് 1 0 ആണ്. ഇത് ഇൻ്റഗ്രൽ 0 എന്ന് വരും. ഇൻ്റഗ്രൽ 0 ആണല്ലോ. അപ്പോൾ നമ്മൾ 2i ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2i = 0.
2i 0 ആകുമ്പോൾ i 0 ആയിരിക്കുമല്ലോ. 0 ആണ് ഇതിൻ്റെ ആൻസർ.